അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ വെനസ്വേലയിൽ നാടകീയ നീക്കങ്ങൾ. വെനസ്വേലിയൻ പ്രസിഡന്റ് മദുറോയെയും ഭാര്യയെയും ബന്ദിയാക്കിയെന്ന് ഡൊണാൾഡ് ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കാരക്കാസിലെ 7 ഇടങ്ങളിലാണ് അല്പം മുൻപ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. സുഹൈൽ ബി കെ ചേരുന്നുണ്ട്. സുഹൈൽ, ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ വലിയ ചലനം ഉണ്ടാക്കാൻ പോകുന്ന ഒരു സൈനിക നീക്കം നടന്നിരിക്കുന്നു. അതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? എന്താണ് ഇപ്പോൾ വരുന്ന പുതിയ വാർത്തകൾ? ധന്യ, അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നതനുസരിച്ച് നിക്കോളാസ് മദുറോയെയും ഭാര്യയെയും ഇപ്പോൾ അവിടെ നിന്നും ബന്ദിയാക്കിയിരിക്കുന്നു, പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഈ വെനസ്വേലയുടെ വൈസ് പ്രസിഡന്റ് തന്നെ ഇപ്പോൾ ഔദ്യോഗികമായി പത്രസമ്മേളനം നടത്തി പറയുന്നത് നിക്കോളാസ് മദുറോയെ ഞങ്ങൾക്ക് കാണാനില്ല, എവിടെയാണ് എന്നറിയില്ല എന്നുള്ളതാണ്, ജീവനുണ്ടോ എന്ന് പോലും അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം തീർച്ചയാണ്, നിക്കോളാസ് മദുറോയെ അവിടെ നിന്നും പൊക്കി, അതായത് ബന്ദിയാക്കി പുറത്തേക്ക് കൊണ്ടുപോയി എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് സത്യമാണ് എന്നുള്ള തരത്തിലേക്കുള്ളൊരു പ്രസ്താവന ഇപ്പോൾ ഈ വെനസ്വേലയുടെ ഭാഗത്ത് നിന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് ഡെൽറ്റ ഫോഴ്സ്, അമേരിക്കയുടെ ഏറ്റവും വലിയ ഇത്തരം ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന സൈന്യമാണ് ഡെൽറ്റ ഫോഴ്സ് എന്ന് പറയുന്നത്. ഡെൽറ്റ ഫോഴ്സ് ആണ് ഇതിന് നേതൃത്വം കൊടുത്തത്. ഡെൽറ്റ ഫോഴ്സ് എങ്ങനെയാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്? വിവിധ ഇടങ്ങളിൽ 7 ഇടങ്ങളിൽ കാരക്കസിൻ്റെ 7 ഭാഗങ്ങളിൽ സ്ഫോടനമുണ്ടായി. ആ സ്ഫോടനത്തിനിടയിലായിരിക്കും ഒരുപക്ഷെ ഡെൽറ്റ ഫോഴ്സ് പ്രസിഡന്റിന്റെ വസതിയിലേക്ക് കടന്നു കയറുകയും അതേപോലെ തന്നെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടാവുക. സ്വാഭാവികമായും $50 മില്യൺ വരെ ഈ നിക്കോളാസ് മദുറോ എവിടെയാണുള്ളത് എന്ന് പറഞ്ഞു കൊടുത്താൽ, അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി സഹായിച്ചാൽ നൽകാമെന്ന് അമേരിക്ക വാഗ്ദാനം ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വലിയ സംഭവവികാസമുണ്ടായിട്ടുള്ളത്. വെനസ്വേല എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ അധിപനെ തന്നെ തട്ടിക്കൊണ്ടുപോകാൻ അമേരിക്ക ധൈര്യം കാണിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപ് യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിക്കണം എന്ന് പുറമേക്ക് പറഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരുന്നു. 8 യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചു എന്നായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു പുതിയ വർഷത്തിൽ ആദ്യ ദിനങ്ങളിൽ തന്നെ നിക്കോളാസ് മദുറോക്കെതിരെ വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ വലിയ ഓപ്പറേഷൻ നടത്തിയിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ സമയത്ത് ഈ തരത്തിലുള്ള ഓപ്പറേഷനുകൾ പുറത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. നമുക്കറിയാം, ഉസാമ ബിൻ ലാദനെ വധിക്കുക, അതേപോലെ തന്നെ സദ്ദാം ഹുസൈനെ വധിക്കുക പോലെയൊക്കെയുള്ള നടപടികൾ ഇതിനു മുമ്പ് അമേരിക്കൻ ഭരണകൂടം നടത്തിയിട്ടുള്ളതാണ്. പക്ഷേ പുറത്തുള്ള ഒരു രാജ്യത്ത് പോയി തങ്ങളുടെ സൈന്യത്തെ വേസ്റ്റാക്കാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ചിരുന്ന ഡൊണാൾഡ് ട്രംപാണിപ്പോൾ അദ്ദേഹത്തിൻ്റെ ടേമിലെ 2 ടേം എടുത്തു നോക്കുകയാണെങ്കിൽ അത് ഏറ്റവും നിർണായകമായ ഒരു ഓപ്പറേഷൻ എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. ഒരു വിദേശ രാജ്യത്ത് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ഏറ്റവും വലിയൊരു ഓപ്പറേഷനായി നമുക്കിതിനെ കാണേണ്ടി വരും. ഒരു രാജ്യത്തിന്റെ ഇനിയുള്ള നീക്കങ്ങൾ എന്തായിരിക്കും എന്നുള്ളതാണ്. ഇപ്പം മദുറോയെ വീഴ്ത്താൻ ഏതറ്റം വരെയും പോകും എന്നുള്ള നിലപാടിലാണോ? അത് എങ്ങനെയായിരിക്കും വ്യക്തമാക്കുക? ഇല്ലെങ്കിൽ പ്രസ് മീറ്റിലൂടെ അത് പ്രഖ്യാപിച്ച ശേഷം, ആ നിലപാട് അറിയിച്ച ശേഷമായിരിക്കുമോ അടുത്ത നീക്കം? പ്രാദേശിക സമയം 11 മണിക്ക് മാധ്യമങ്ങളെ കാണും. ഒരു ഇന്ത്യൻ സമയം 8:30, രാത്രി 8:30 കൂടി ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ വെച്ച് എന്തായിരുന്നു ഈ ഓപ്പറേഷൻ എന്നും എന്താണ് തൻ്റെ ലക്ഷ്യം എന്നും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കുറേ കാലമായി മദുറോയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കും എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നതാണ്. അമേരിക്കയുടെ വാദപ്രകാരം വെനസ്വേലയുടെ പ്രസിഡന്റ് അല്ല നിക്കോളാസ് മദുറോ എന്നുള്ളതാണ്. ആ തെരഞ്ഞെടുപ്പ് 2024 അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളൊന്നും അമേരിക്ക അംഗീകരിക്കുന്നില്ല. ഏതായിരുന്നാലും നമുക്കറിയാം, വെനസ്വേല എന്ന് പറയുന്നത് ലോകത്തിന് ഏറ്റവും വലിയ എണ്ണ ശേഖരമുള്ള രാജ്യമാണ്. ആ രാജ്യത്തിന് നേരെ ഉപരോധം ഏർപ്പെടുത്തുകയായിരുന്നു അമേരിക്ക. അവിടെ നിന്നും അമേരിക്കൻ കമ്പനികളെ സോഷ്യലിസ്റ്റ് ഭരണകൂടം നേരത്തെ ഹ്യൂഗോ ഷാവേസിൻ്റെ കാലഘട്ടത്തിലെല്ലാം അവരാട്ടിവിടുന്ന, അവിടെ നിന്ന് പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം വലിയ ഉപരോധത്തിലായിരുന്നു വെനസ്വേല. ഉപരോധത്തിൽ തളർന്ന് ഏറ്റവും വലിയ സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയായിരുന്നു. അപ്പോഴും അമേരിക്കക്കെതിരെ ഉറച്ച നിലപാടുകൾ നിക്കോളാസ് മദുറോ എടുത്തിരുന്നു. ഇപ്പോൾ ഇനി നിക്കോളാസ് മദുറോയെ വീഴ്ത്തിക്കഴിഞ്ഞാൽ അവിടെ ആ ഭരണം സമ്പൂർണ്ണമായി തകരുമോ? അതിനു പകരം ഇനി പുതിയ ഭരണക്രമത്തെ അവിടെ സ്ഥാപിക്കാൻ അമേരിക്കക്ക് കഴിയുമോ? അത് വളരെ എളുപ്പമായിരിക്കുമോ എന്നതാണ് ലോകത്തിൻ്റെ ഒരു ചർച്ച. എല്ലാ സൈനികരോടും സജ്ജമായിരിക്കാൻ ഡിഫൻസ് മിനിസ്റ്റർ അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പുലർച്ചെയാകുന്നതോടുകൂടി, വളരെ അർദ്ധരാത്രിയിലായിരുന്നു ഈ ഓപ്പറേഷനെല്ലാം നടന്നത്. ഒരു അർദ്ധരാത്രി കഴിഞ്ഞ് 1 മണി 1:20 ഇതിനിടയിലാണ് ഈ സ്ഫോടനങ്ങൾ ഉണ്ടാവുകയും തട്ടിക്കൊണ്ടുപോകലെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഇനി പുതിയൊരു പ്രഭാതത്തിലേക്ക് വെനസ്വേല കടക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക? വളരെ ജനസംഖ്യ കുറവുള്ളൊരു രാജ്യമാണ്. അതിൽ